രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ നിർണായക KPCC യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ദീപാദാസ് മുൻഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ വിഷയം യോഗം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഇപ്പോൾ നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നിർബൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിയമസഭയിലും സഭയ്ക്ക് പുറത്തും വലിയ ചർച്ചയായി കത്തി നിൽക്കുമ്പോഴാണ് KPCC നേതൃയോഗം അവിടെ ചേരുന്നത്. രാഹുൽ വിഷയം എങ്ങനെയാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നത് അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടത്? സ്വാഭാവികമായി മനു, KPCCയുടെ നേതൃയോഗം ഇപ്പോഴും ഇന്ദിരാഭവനിൽ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് പുറത്ത് കത്തി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ് എന്ന കാര്യം സംബന്ധിച്ച് KPCC നേതൃയോഗത്തിൽ സ്വാഭാവികമായും KPCC അധ്യക്ഷന് വിശദീകരിക്കേണ്ടി വരും. KPCC അംഗങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇക്കാര്യങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. യോഗം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ ആരോപണ വിധേയനായിട്ടുള്ള പല കാര്യങ്ങളിലും മറുപടി പറയേണ്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. KPCC ആസ്ഥാനത്തെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അകത്തേക്ക് കയറിപ്പോയപ്പോഴും പുറത്ത് അല്പം മുമ്പ് അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി യോഗത്തിനിടയിൽ. അപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദ്യമായി ചോദിച്ചിരുന്നു, എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇക്കാര്യത്തിലുള്ള ഔദ്യോഗിക നിലപാട്. പക്ഷേ രണ്ട് പ്രാവശ്യവും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനൊന്നുമില്ല എന്ന നിലപാട് സ്വീകരിച്ച് അദ്ദേഹം വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. ഒപ്പം തന്നെ AICC വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് കൂട്ടി വായിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിനെ അറിയിക്കാതെയോ പ്രതിപക്ഷ നേതാവിൻ്റെ അറിവ് ഇല്ലാതെയോ ഈ കോൺഗ്രസിൻ്റെ MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം. ഒപ്പം തന്നെ 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്ന പരാതി സംബന്ധിച്ച ആദ്യ പരാതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച പരാതി പ്രതിപക്ഷ നേതാവ് VD സതീശന് ലഭിച്ചിരുന്നു എന്ന കാര്യം സംബന്ധിച്ച് യുവനടി റിനി തന്നെ ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തിയതാണ്. തുടർന്ന് നിരവധി പരാതികളുടെ കഥകൾ പുറത്തു വരുന്നു. ഇനിയും നിരവധി പരാതികൾ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആണ് എങ്കിൽ സ്വാഭാവികമായി ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പുറത്ത് ഒരു അഭിപ്രായം പറയുകയും സംഘടനയ്ക്കുള്ളിൽ മറ്റൊരു അഭിപ്രായം സ്വീകരിക്കുകയാണോ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്ന സമീപനം എന്ന ചോദ്യവും ഇപ്പോൾ ആരോപണമായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി KPCC നേതൃയോഗം അവസാനിക്കുമ്പോൾ മാധ്യമങ്ങളെ കാണാൻ KPCC അധ്യക്ഷൻ തയ്യാറാകും എന്നതാണ് സൂചന. അങ്ങനെയാണ് വൈകിട്ടോടുകൂടി വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരും. പക്ഷേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചാണ് രംഗത്തെത്തിയത്. കാരണം MLA എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കാനുള്ള അവകാശവും ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയാണ് പങ്കെടുക്കുന്നത്. അതിൽ പാർട്ടിക്ക് ഒരു തരത്തിലും ഉത്തരവാദിത്തമില്ല എന്നതാണ് KPCC അധ്യക്ഷൻ്റെ പ്രതികരണം. പക്ഷേ അത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഈ MLA ആയിട്ടുള്ള ഒരാൾ ഈ പറഞ്ഞ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ നടപടി സ്വീകരിക്കുകയും സസ്പെൻഷൻ്റെ കത്ത് സ്പീക്കർക്ക് കൊടുക്കുകയും ഒപ്പം തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി എന്നതാണ്. അതിൽ നേതാക്കൾ രണ്ട് തട്ടിലാണോ, നേതാക്കൾക്ക് ഒരുപോലെ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മനു, ഒരു കാര്യം കൂടി നിർബൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ, അല്ലെങ്കിൽ ഒരു മനസ്സും രണ്ട് ശരീരവുമായി ജീവിക്കുന്നവരാണല്ലോ ഷാഫി പറമ്പിൽ ഇന്ന് ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ, ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് നിർബൻ അത്തരത്തിലുള്ള സമീപനം ഇന്ന് ഷാഫി പറമ്പിൽ എടുത്തിരിക്കുന്നത്? തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട് നേതൃത്വം ആദ്യഘട്ടത്തിലെ തള്ളിപ്പറഞ്ഞപ്പോഴും പരസ്യമായി ആദ്യം രാഹുലിനെ പിന്തുണച്ച് വന്നത് രാഹുലിൻ്റെ ഒപ്പമുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ ഹാൻഡിലുകളിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഇതിനെതിരെ പറഞ്ഞ നേതാക്കൾക്കെതിരെ ഉണ്ടായി. അതിലൊക്കെ ഇതിനെ ചുക്കാൻ പിടിച്ചത് ഷാഫിയും ഒപ്പം തന്നെ ഈ സൈബർ ഗ്രൂപ്പുമാണ് എന്നുള്ള ആരോപണമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് VD സതീശൻ തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന നിലപാട് പരസ്യമായി കഴിഞ്ഞ ദിവസം പറയുന്ന അവസരമുണ്ടായി. പക്ഷേ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന KPCC നേതൃയോഗത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുക്കുന്നുമില്ല. അത് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഈ നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത്. ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ ഒരു ഭാഗത്ത് നിലയുറച്ച് നിൽക്കുകയും സൈബർ ഹാൻഡിലുകൾ ഉപയോഗിച്ച് പരമാവധി പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ വനിതാ നേതാക്കളെ ഒക്കെ ആക്രമിക്കുന്ന തരത്തിലുള്ള സമീപനം മറുഭാഗത്ത് സ്വീകരിക്കുകയും ചെയ്യുന്ന നേതാവ് തന്നെ ഇന്ന് KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ KPCC നേതൃത്വം തന്നെ നിലപാട് വ്യക്തമാക്കും എന്നാണ്
എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഷാഫി പറമ്പിൽ എടുത്ത നിലപാടും ഒപ്പം തന്നെ നിയമസഭയിൽ അദ്ദേഹം പങ്കെടുത്തതും മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കി വീണ്ടും ആ വിഷയത്തെ ലൈവായി നിർത്തിയത് കോൺഗ്രസിന് ഏറെക്കുറെ അത് പ്രതിരോധത്തിലാക്കുന്നതാണ്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. പുറത്തും കൂടുതൽ ചർച്ചകൾ സജീവമാകുന്നു. അതുകൊണ്ട് വ്യക്തിപരമായി രാഹുൽ എടുക്കുന്ന നിലപാടാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കാം. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളെല്ലാം സാധാരണ പാർട്ടി പ്രവർത്തകരും നേതാക്കൾക്കും ഒക്കെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു പോരാട്ടവും പോരുമൊക്കെ നടക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. മനു. ശരി, നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.